ചൂട് കാലമാണ്, ചൂട് കൂടി വരികയാണ്. എല്ലാവരും ഭയങ്കര വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂടാണ്, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഫുൾ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഉള്ള കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. എന്നോടൊപ്പം ഉള്ളത് ഡയറ്റീഷ്യൻ ശരണ്യ, നിംസ് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. വെൽക്കം ടു ദ ഷോ. എനിക്കിന്ന് ചോദിക്കാനുള്ളത്, ചൂടുകാലമാണ്, എല്ലാവരും ഇപ്പോൾ നമ്മൾ തന്നെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത്? എന്തൊക്കെ ഫുഡുകളാണ് നമുക്ക് ഈ ഒരു ചൂടുകാലത്ത് കഴിക്കാനായിട്ട് നല്ലതായിട്ടുള്ളത്? ചൂട് സമയത്ത് നമ്മൾ ശരിക്കും പെട്ടെന്ന് ദഹിക്കുന്ന ഈ കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും നല്ലത്. ഹെൽത്ത് മിക്സ്, പോറിഡ്ജസ്, ഇപ്പോൾ ഓട്സ്, കഞ്ഞി, റവ പോറിഡ്ജ്, അങ്ങനെ പെട്ടെന്ന് ദഹിക്കുന്ന വെള്ളം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണവും വെള്ളവും ഇലക്ട്രോലൈറ്റ്സും ഫ്ലൂയിഡും കൂടുതൽ കിട്ടുന്ന ലഭ്യമാവുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കഴിക്കാൻ പാടില്ലാത്തത് ഒത്തിരി എരിവ് കൂടുതലടങ്ങിയത്, അതുപോലെ തന്നെ മാംസ്യം, ചിക്കൻ, മട്ടൺ, ബീഫ് പോലുള്ള ഇച്ചിരി ഹാർഡാണത്. അപ്പം ദഹനത്തിന് കൂടുതലായിട്ടും ഫ്ലൂയിഡ്സും കൂടുതൽ എനർജിയും റിലീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം അത് കൂടുതൽ ചൂടുള്ള ഭക്ഷണമാണ്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ എണ്ണ പലഹാരങ്ങൾ, അതുപോലെ ചായ കുടിക്കുന്നത് ഒക്കെ കുറയ്ക്കുക. ശരിക്കും ചൂട് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മാക്സിമം, ചൂടോടുകൂടി കഴിക്കുന്നത് മാക്സിമം കുറച്ചിട്ട് തണുത്ത ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, സാലഡായിട്ടും ജ്യൂസായിട്ടും ഫ്രൂട്ട്സായിട്ടും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലും നമ്മൾ ദാഹം വരുമ്പോൾ വെള്ളമാണ് കുടിക്കാനായിട്ട്, വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. അപ്പോൾ വെള്ളം മാത്രം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ്സ് മാത്രമാണ് കിട്ടുന്നത്. ശരിക്കും നമ്മുടെ ഫ്ലൂയിഡ്സും ഇലക്ട്രോലൈറ്റ്സും നമുക്ക് ശരിയായ പ്രപ്പോർഷനിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരിക്കും എക്സ്ക്രീഷൻ ചെയ്യുന്നത് വെള്ളവും അതുപോലെ മിനറൽസും, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് പോലുള്ള ഇലക്ട്രോലൈറ്റ്സും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മിനറൽസിൻ്റെ അളവ് ശരീരത്തിൽ കുറയും. അപ്പോൾ മിനറൽസും കൂടെ കൂടുതൽ അടങ്ങിയ പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് കൂടുതലും മിനറൽസ് ഉള്ളത്. അപ്പോൾ മിനറൽസും കൂടെ കൂടുതലായിട്ട് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക. അതായത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസസ്, വെജിറ്റബിൾസ് ജ്യൂസായിട്ടും ഫ്രൂട്ട്സ് ജ്യൂസായിട്ടും, ഇപ്പോൾ ABC ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്, അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസ്, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ജ്യൂസായിട്ട് കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ജ്യൂസ് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഷുഗറും സോൾട്ടും ആഡ് ചെയ്യുന്നത് നല്ലോണം അവോയ്ഡ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യുക. അഡീഷണൽ ആയിട്ട് സോൾട്ടും ഷുഗറും അധികമായിട്ട് ചെല്ലുന്നതും നല്ലതല്ല. സോൾട്ട് ആവശ്യത്തിന് നല്ലതാണ്, കൂടുതൽ നല്ലതല്ല. പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ മിൽക്കിൻ്റെ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ് അല്ല, നോർമലി നമ്മുടെ റൈസിൻ്റെ ഫെർമെൻറ്റഡ്, ഈ പഴങ്കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതിനകത്തൊന്നും നല്ലതാണ്, നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഹൈജീനിക് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാവുന്ന നല്ലതാണ്. നല്ല ഹെൽത്തി മൈക്രോ ഓർഗാനിസംസ് ആണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ മോര്, ഇപ്പം നമ്മുടെ പാല് ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള കേർഡ്, യോഗേർട്ടൊക്കെ, അപ്പോൾ അത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനെക്കാട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് യോഗേർട്ടും കേർഡും ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഫ്ലേവേർഡ് ആയിട്ടുള്ളത് ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മൾ ഈ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തെടുക്കുന്ന കേർഡും യോഗേർട്ടും നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടോ, ഇപ്പോൾ സാലഡ്സിലൊക്കെ ആഡ് ചെയ്ത് സാലഡ് ഡ്രസ്സിങ് ആയിട്ടൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന, ഇപ്പോൾ ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നിടത്ത് ഈ ഒരു ഫ്രൂട്ട്സിനകത്ത് യോഗേർട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി സാലഡ് കൊടുക്കുമ്പം കുറച്ചുകൂടെ ഹെൽത്തി ആവും. ഇപ്പം അഡീഷണൽ ആയിട്ട് ഷുഗർ ആഡ് ആയല്ലേ വരുന്ന ഐസ്ക്രീംസ് ഒക്കെ, അപ്പോൾ അത് അധികം നല്ലതല്ല, അധികമായിട്ട് ചെല്ലുന്നത് നല്ലതല്ല. ഇത്രയാണ് കൂടുതലായിട്ടും ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ടത്. ഫ്ലൂയിഡ്സിനോടൊപ്പം ഇലക്ട്രോലൈറ്റ്സും കൂടുതലായിട്ട് ശരീരത്തിൽ കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വിയർത്ത് പോകുന്നത് കൊണ്ട് തന്നെ, ഈ ചൂട് കൂടുന്നത് കൊണ്ട് ഒത്തിരി വെള്ളം കുടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കാരണം വിശപ്പില്ലായ്മ സംഭവിക്കുന്നുണ്ട്. വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു, അത് എനിക്ക് വിശക്കുന്നേ ഇല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള പോവാണ്, എനർജി ഒന്നും കിട്ടാതെ. പ്രോട്ടീനാണ് മെയിൻ ആയിട്ട് ഡെഫിഷ്യൻസി വരുന്നത്. നമ്മൾ ഫ്ലൂയിഡ്സ് കഴിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഷുഗറി ഡ്രിങ്ക്സ് ആയിരിക്കും കുടിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്തൊന്ന് ഷുഗർ കിട്ടും, കുറച്ചളവിൽ മിനറൽസും കിട്ടും. ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസും കിട്ടും. പക്ഷെ അവിടെ പ്രോട്ടീനാണ് ഡെഫിഷ്യൻസി വരിക. അപ്പം അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവും. അപ്പം ബാക്കിയുള്ള പ്രോട്ടീൻ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ പാലുൽപ്പന്നങ്ങൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. തൈര്, മോര്, അതുപോലെ തന്നെ പോറിഡ്ജസ് ആയിട്ട്, ഇപ്പോൾ ഓട്സ് പോറിഡ്ജൊക്കെ തണുപ്പിച്ച് ഉപയോഗിക്കാം. അതുപോലെ റവ പോറിഡ്ജിനകത്ത് മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് ആഡ് ചെയ്യുന്നത് കുഴപ്പമില്ലാത്ത പ്രശ്നമില്ല, പോറിഡ്ജ് പോലെ കഴിക്കുന്നത്. അപ്പം നമ്മൾ ഈ വിശക്കുന്ന സമയത്ത് ഈ സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം
കഴിക്കാനുള്ള മടി കാരണമാണ് ഈ ലിക്വിഡ്സ് കഴിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് ലിക്വിഡ് ഫുഡുകൾ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഹെൽത്തി ഷേക്കുകൾ, പോറിജസ്, ജ്യൂസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ മുട്ടയൊക്കെ കഴിക്കാം. മുട്ടയ്ക്കൊന്നും പ്രശ്നമില്ല. ഫിഷ്, എഗ്ഗ് ഒന്നും പ്രശ്നമില്ല. ഈ ചിക്കൻ, മട്ടൺ പോലുള്ള റെഡ് മീറ്റ് ആണ്, അത് അധികമായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്കത് കഴിക്കാൻ തോന്നില്ല. ഫസ്റ്റ് അത് കഴിക്കുമ്പോൾ തന്നെ കൂടുതൽ എനർജി അവിടെ ഡൈജഷനൊക്കെ യൂട്ടിലൈസ് ചെയ്യും. കൂടുതലായിട്ട് നമ്മൾ വിയർക്കുകയും കൂടുതൽ വാട്ടർ അവിടെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. ബോഡി ഫ്ലൂയിഡ്സ് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അതൊക്കെയാണ് പ്രശ്നമുള്ളത്. അപ്പം നമ്മൾ പോറിജ് പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതിയാവും. എന്തെങ്കിലുമൊക്കെ ഡിസീസസ് ഉള്ള ആളുകൾക്കായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഭക്ഷണക്രമങ്ങൾ? അല്ല, ഡിസീസ് ഉള്ള ഇപ്പം ഷുഗർ വേരിയേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഈ പോറിജസ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് വെജിറ്റബിൾ സാലഡ്സ്, വെറൈറ്റി ഓഫ് സാലഡ്സ്, അതിൽ ലെമൺ ആഡ് ചെയ്തിട്ട് ലൈം ജ്യൂസ് ഒക്കെയാണ് നമുക്ക് അവർക്ക് പ്രിഫർ ചെയ്യുന്നത്. ഫ്രൂട്ട് ജ്യൂസിന് പകരം അവർക്ക് ലൈം ജ്യൂസ് കൊടുക്കാം. ലെമൺ എന്ന് പറയുന്നത് ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, അതിനകത്ത് ഇലക്ട്രോലൈറ്റ്സ് ഹൈ ആണ്. അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് വളരെ അളവ് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈം ജ്യൂസ്, അവർക്ക് അതിനകത്തുനിന്ന് പൊട്ടാസ്യവും സോഡിയം ഒക്കെ കിട്ടും. ആവശ്യത്തിനുള്ള മിനറൽസും ഇലക്ട്രോലൈറ്റ്സും വൈറ്റമിൻ സി ഒക്കെ കിട്ടും. ലൈം ജ്യൂസ് കഴിക്കാം. അതുപോലെ തന്നെ സാലഡ്സ്, ഇപ്പം പോറിജസിന് പകരം റൈസോ എന്തെങ്കിലും കാർബ്സിൻ്റെ അളവ് കുറച്ചിട്ട് സാലഡ്സ്, നല്ല തണുപ്പുള്ള ഭക്ഷണമാണ് സാലഡ്സും, അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് അത് പ്രിഫർ ചെയ്യാം. ജ്യൂസും അതുപോലുള്ള ഷേക്ക് പോലുള്ള പോർജ് പോലുള്ളത് ഒഴിവാക്കിയിട്ട് അവർക്ക് ഇത് പ്രിഫർ ചെയ്യാം. സാലഡ്സ് 3 നേരം കഴിക്കുന്ന ഭക്ഷണത്തിനകത്തും ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, ഈ ചൂടത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള സാലഡ് അങ്ങനെ പറ്റത്തില്ല. അവർക്ക് എന്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് വന്നതിന് ശേഷമാണെങ്കിലും ഇടനേരത്ത് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇളനീര്, ടെൻഡർ കോക്കനട്ട് വാട്ടറും ഈ ലൈം ജ്യൂസും ഒക്കെ തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ചായ കുടിച്ച് ശീലമുള്ളവർ പെട്ടെന്ന് ഓടിപ്പോയി ഇത്ര ചൂടാണെങ്കിലും ചായ കുടിച്ചാലേ അതൊരു മൈൻഡിൻ്റെ ഒരു പ്രശ്നമാണ് ശരിക്കും. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. അതേ സമയത്ത് ഫ്രഷ് ജ്യൂസോ അല്ലെങ്കിൽ വെള്ളം പോലുള്ള ഫ്ലൂയിഡ് കൂടുതലടങ്ങിയ പാനീയങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. പക്ഷേ കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ കാർബണേറ്റഡ് ബിവറേജസ് ആണ്, കളറുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് വിശപ്പും മാറും, ദാഹം പെട്ടെന്ന് കിട്ടുന്നതും. അതിനകത്ത് ഹൈ ഷുഗറും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ആണ്. അത് എക്സസ് കൺസംഷൻ, അത് വല്ലപ്പോഴും ഉപയോഗിച്ചാൽ തന്നെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകുന്ന കണ്ടീഷനാണ്. കംപ്ലീറ്റ്ലി സിന്തറ്റിക് കെമിക്കൽസ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണ് ഒത്തിരി വിഷമം വരുന്നത്. മാക്സിമം ഒഴിവാക്കുക. പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം വർക്ക് ചെയ്യുന്നവർ ഈവനിങ് വന്നു കഴിഞ്ഞാലും ഇടയ്ക്ക് ഫ്ലൂയിഡ്സ് ആയിരിക്കും കഴിക്കുക. അപ്പോൾ ഈവനിങ് വന്നു കഴിഞ്ഞാലും കുറച്ച് നേരത്തെ ഡിന്നർ പോറിജ് പോലുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ച്, സാലഡ്സ് ഒക്കെ കഴിച്ച് ആ ദിവസത്തെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇടനേരത്ത് ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതുപോലെ നമുക്ക് ഈ ഷേക്കറും ഈ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഡ്രിങ്ക് പോലുള്ള കാര്യങ്ങൾ പോറിജസ് ഫ്ലാസ്കിൽ ക്യാരി ചെയ്യാൻ നോക്കുക. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കൊണ്ടുപോയി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേനൽക്കാലത്ത് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഫുഡിൽ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഡയറ്റീഷ്യൻ നമ്മളോടൊപ്പം സംസാരിച്ചത്. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു.